എടാ എടാ നീ എൻ്റെ അക്കൗണ്ടിലേക്ക് 2 ലക്ഷം രൂപ ഇട്ടാ. എടാ ഇന്നലെ ബിസിനസ് ലാഭം ഉണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയാണ് നിനക്ക് കിട്ടുക. ഞാൻ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളാം, മര്യാദയ്ക്ക് തിരിച്ചെടുത്തേ. എടാ ഞാൻ നിനക്ക് തന്നെയാണ്. ഒരുമാതിരി കാര്യസം കളിക്കരുതേ, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് കാശൊക്കെ ഉണ്ട്. എടാ നീ ഭയങ്കര റിച്ചാന്നൊക്കെ എനിക്കറിയാം. എടാ നിനക്കല്ലേടാ ഭാര്യയും പിള്ളേരും ഒക്കെ. എടാ ഞാൻ ഒറ്റ തടിയല്ലേ. അതിന് നീ തിരിച്ചു വാങ്ങിച്ചേ, ഞാൻ ഇട്ട് തരാം അത്. ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചെടുത്തോളാം. നീ ഇതിനാ ഹരിയായിട്ട് അടി ഉണ്ടാക്കി. അവൻ എൻ്റെ അടുത്ത് മൂപ്പിച്ചോണ്ടൊന്നും ഞാനെങ്ങും അല്ല. അവനൊക്കെ അവിടുത്തെ ലോക്കൽ ടീമായിട്ട് നല്ല കണക്ഷൻ ഉള്ളതാണ്. എന്തെങ്കിലും പറ്റി ആര് സമാധാനം പറയും? എന്ത് പറ്റാണ്? നിനക്കൊക്കെ എല്ലാം കുട്ടിക്കളിയാണ്. അതൊക്കെ പോട്ടെ, നീ പുതിയ വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടാ? പുതിയൊന്നുമല്ല, സെക്കൻഡ് ഹാൻഡ്, കടയിലെ ആവശ്യത്തിന്. എടാ ഞാൻ എൻ്റെ വണ്ടി മാറ്റാൻ പ്ലാൻ ഉണ്ട്, നിനക്ക് പഴയ നിങ്ങൾ വന്നേക്കാം. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് ജോലിക്ക് ഒരു വണ്ടി കൂടെ ആയല്ലോ. ഞാനേ വേറെ എടുത്തോളാം, നോക്കി വെച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്ത. എടാ അവളുടെ ബന്ധത്തിൽ ഒരു പെണ്ണുണ്ട്, നമുക്കൊന്ന് കണ്ടാലോ? ആലോചിക്കാം. എടാ ഇനി ആലോചിക്കൊന്നുമില്ല, നീ നിന്റെ നല്ല പ്രായത്തിലെല്ലാം ഗൾഫിൽ പോയി എന്നെ പഠിപ്പിക്കാനോ വീട്ടുകാരെ നോക്കാനൊക്കെ പോയി കളഞ്ഞു. നീ ഒന്ന് സെറ്റിൽഡ് ആവാൻ നോക്ക്. എടാ ഞാൻ പെണ്ണ് കെട്ടത്തില്ലെന്നല്ല പറഞ്ഞു. നീയേ കോളേജ് പഠിക്കുമ്പോൾ തന്നെ അവളെ ഇഷ്ടമായതുകൊണ്ട് അവളെ കെട്ടിച്ച് തന്നു, അത്രേ ഉള്ളൂ. ഞാൻ വരാം, നമുക്ക് പോയി കാണാം. എന്നാൽ പിന്നെ ഈ സാറ്റർഡേ എനിക്ക് ഓഫ് ഉണ്ട്, നമുക്ക് പോയേക്കാം. നമുക്ക് വിശക്കുണ്ടോ? പോയി ചായ പിടിച്ചേക്കാം, വാ. ഈ ചേട്ടനോടെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണല്ലേ. എനിക്കൊന്നും പറ്റുന്ന റോളേ അല്ലത്. ഒരു തുള്ളി സ്നേഹം പുറത്ത് കാണിക്കാതെ ആ മനസ്സ് മുഴുവൻ സ്നേഹം കൊണ്ട് നടക്കുന്ന വർക്കുമാണ് അവർ.